താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്റെ അമ്മയെ നാട്ടിച്ചു. നമസ്കാരം, ബ്ലിങ്കിലേക്ക് സ്വാഗതം. കപ്പിത്താൻ ഒളിച്ചോടി, മന്ത്രിക്ക് ബോധം പോയി. കപ്പിത്താനെ കാണാതെ ബോധം പോയ മന്ത്രി ആകെ പെട്ട അവസ്ഥയിലായി. ഈ കപ്പലിന് ഒരു കപ്പിത്താനുണ്ട് സാർ. സാർ, ഇതിനൊരു കപ്പിത്താൻ ഉണ്ട്. ഈ കപ്പൽ ആടി ഉലയുകയില്ല സാർ. ഈ കപ്പൽ ആടി ഉലയുകയില്ല സാർ. ഇല്ല, തകർന്ന അടിയും എന്നേ ഉള്ളൂ. ആ ദേ, ഈ വീഴുന്ന സാധനത്തിനും ഒരു കപ്പിത്താനുണ്ട്. ആ കപ്പിത്താൻ ഇപ്പൊ ഇവിടെ ഇല്ല, മുങ്ങി അമേരിക്കയിലേക്ക്. ഇപ്പോ നടുക്കടലിൽ നിലയില്ലാ കയത്തിൽ മുങ്ങി താഴുകയാണ് ഈ കപ്പൽ. കപ്പിത്താൻ നാട് വിട്ടു. നാട്ടിലുള്ള കപ്പിസേച്ചി ബോധവും കെട്ടു. നമ്മളെ വീണാമന്ത്രിയുടെ ഭരണമികവ് കൊണ്ട് മുഖ്യമന്ത്രി നാടുവിട്ടെന്നാണ് നാട്ടിലെ പാട്ട്. വീണയ്ക്കിപ്പോൾ പാരിതോഷികങ്ങളുടെ കൂമ്പാരാണത്രേ പാർട്ടിക്കാർ നൽകുന്നത്. പ്രതിപക്ഷമാവട്ടെ അല്ലിമലർക്കാവിലെ പൂരം കണക്കെ പൊങ്കാല അർപ്പിക്കുന്ന തിരക്കിലുമാണ്. ദാ കണ്ടോളുക. അതൊക്കെ പോട്ടെ. നമ്മുടെ സർക്കാർ ആശുപത്രി അനുഭവങ്ങൾ പങ്കുവെച്ച് സജി ചെറിയാൻ പറഞ്ഞത് കേട്ടോ നിങ്ങൾ? ചിലർ സ്വകാര്യ ആശുപത്രി, ഞാൻ സ്വകാര്യ ആശുപത്രി, ഞാൻ ഡെങ്കിപ്പനി വന്നപ്പോൾ 2019 ഞാൻ ഗവൺമെൻറ് ആശുപത്രിയിലായിരുന്നു. ഗവൺമെൻറ് ആശുപത്രി ചികിത്സ കൊണ്ട് ഞാൻ മരിക്കാൻ സാധ്യത വന്നപ്പോൾ എന്നെ അമൃതയെ കൊണ്ടുവന്ന് ശുപാർശ ചെയ്തു. എന്നെ അമൃതയെ കൊണ്ടുപോയി. ഞാൻ അവിടെ ചെന്ന് 14 ദിവസം ബോധമില്ലായിരുന്നു. ഞാൻ രക്ഷപ്പെട്ടു. അപ്പോ നിങ്ങളുടെ സർക്കാരല്ലേ പറഞ്ഞത് നമ്മുടെ സർക്കാർ ആശുപത്രികളും മെഡിക്കൽ കോളേജുകളും ഒക്കെ മികച്ചതാണ് എന്ന്? അപ്പോൾ ജീവൻ വേണമെങ്കിൽ സ്വകാര്യ ആശുപത്രി തന്നെയാണ് നല്ലത് അല്ലേ മന്ത്രി? അത് മന്ത്രിയാണെങ്കിലും സാധാരണക്കാരനാണെങ്കിലും. അല്ല മന്ത്രി, ഈ റേഷൻ മേടിക്കാൻ പോലും പാങ്ങില്ലാത്ത സാധാരണക്കാരനും ഈ സ്വകാര്യ ആശുപത്രി തന്നെയാണോ അങ്ങ് ശുപാർശ ചെയ്യുന്നത്? അത് ചികിത്സിക്കേണ്ട ഹോസ്പിറ്റൽ എവിടെയും പാ. കൊള്ളാം മന്ത്രി. നിങ്ങൾക്ക് കോഴ ഇനത്തിലും വമ്പന്മാരുടെ പാരിതോഷിക ഇനത്തിലും കോടികൾ നീക്കിയിരിപ്പുണ്ട് എന്നതുകൊണ്ട്, മന്ത്രിപ്പണിയുടെ തണലിൽ സൗജന്യമുള്ളത് കൊണ്ടും എന്തു മുന്തിയ ആശുപത്രികളിലും പോകാം. പക്ഷേ സാധാരണക്കാരുടെ സ്ഥിതി അങ്ങനെയാണോ? സാധാരണക്കാരൻ്റെ രോഗത്തിന് മരണം വിധിക്കുന്ന നിങ്ങൾ സർക്കാർ പറയും ഗവൺമെൻറ് ഹോസ്പിറ്റൽ അത്യാധുനികം എന്ന്, അല്ലേ? അപ്പോൾ സാധാരണക്കാർ എവിടെ പോകണം? ഒരു സ്വകാര്യ ആശുപത്രി കൂടുതൽ ടെക്നോളജി വരും, അപ്പോൾ കൂടുതൽ ചികിത്സ അവിടെ കിട്ടും, അങ്ങോട്ട് പോകണം. കേട്ടല്ലോ, നിങ്ങൾ നികുതി കൃത്യമായിട്ട് തരണം. പക്ഷേ ഞങ്ങൾ സർക്കാർ നിങ്ങൾക്കായി സ്വകാര്യ ഹോസ്പിറ്റലുകൾ ഒരുക്കിയിട്ടുണ്ട്, അവിടെ പോയാൽ മതി. പോണം. അതൊക്കെ ഇവിടെ ഒരു പ്രശ്നമാണോ അല്ലേ മന്ത്രി? അതൊക്കെയാണോ ഇവിടുത്തെ പ്രശ്നം? ഇവിടുത്തെ പ്രശ്നം എന്താ? എന്താ ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം? ചിലർ സ്വകാര്യ ആശുപത്രി, ഞാൻ സ്വകാര്യ ആശുപത്രി, ഞാൻ ഡെങ്കിപ്പനി വന്നപ്പോൾ 2019 ഞാൻ ഗവൺമെൻറ് ആശുപത്രിയിലായിരുന്നു. ഗവൺമെൻറ് ആശുപത്രി ചികിത്സ കൊണ്ട് ഞാൻ മരിക്കാൻ സാധ്യത വന്നപ്പോൾ എന്നെ അമൃതയെ കൊണ്ടുവന്ന് ശുപാർശ ചെയ്തു. എന്നെ അമൃതയെ കൊണ്ടുപോയി. ഞാൻ അവിടെ ചെന്ന് 14 ദിവസം ബോധമില്ലായിരുന്നു. ഞാൻ രക്ഷപ്പെട്ടു. അവിടുന്ന് നിങ്ങൾ രക്ഷപ്പെട്ടു അല്ലേ? ഞാൻ രക്ഷപ്പെട്ടു. അപ്പോ ഈ സാധാരണക്കാർ രക്ഷപ്പെടേണ്ടേ? എന്നെ അമൃതയെ കൊണ്ടുവന്ന് ശുപാർശ ചെയ്തു. ഒരിക്കലും ഇല്ല. കയ്യിലെ ചിക്കിലി വേണം, അത്ര തന്നെ. സാധാരണക്കാരനെ ആശ്രയിക്കുന്ന പൊതുജനാരോഗ്യ മേഖല തകർക്കാൻ നടത്തുന്ന ഗൂഢാലോചനയാണ്. അതിനകത്ത് ഒരു ബലിയാടാക്കിയിരിക്കുകയാണ് വീണ ജോർജിനെ. ഗൂഢാലോചനയോ? ഈ ഗൂഢാലോചന ആരാ നടത്തിയത്? ഫിറ്റ്നസ് ഇല്ലാത്ത കെട്ടിടത്തിൽ നിന്നും രോഗികളെ മാറ്റണമെന്നിരിക്കെ അവിടെ കിടത്തി കെട്ടിടം തകർന്ന ഒരാൾ മരിക്കുകയും ഒട്ടേറെ പേർക്ക് പരിക്ക് പറ്റുകയും ചെയ്തത് രോഗികളല്ലല്ലോ മന്ത്രിയാക്കിയത്, ഇവിടുത്തെ സിസ്റ്റം അല്ലേ? അപ്പോ ഇത് ആരുടെ കുറ്റ? അതിനകത്ത് ഒരു ബലിയാടാക്കിയിരിക്കുകയാണ് വീണ ജോർജിനെ. അപ്പൊ മന്ത്രി, കെട്ടിടം ഇടിഞ്ഞു വീണ മരിച്ച സ്ത്രീയോ? ആ ബലിയാട് ആരുടെ വകയാ? നിങ്ങളുടെ സർക്കാരിന്റെ വകയല്ലേ? അതൊന്നും ഞങ്ങൾ അംഗീകരിച്ചു കൊടുക്കത്തില്ല, ഒരു തരത്തിലും അംഗീകരിച്ചു കൊടുക്കത്തില്ല. കേട്ടല്ലോ, ഇതാണ് അവസ്ഥ. ബ്ലിങ്ക് തുടരും.